ഗൈസ്, അപ്പോൾ ഡേ 2 ആണ്. ഫസ്റ്റ് ഡേ നമ്മൾ ആകെ ഒരൊറ്റ മണിക്കൂർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതായത് ഇന്നലെ ഒരൊറ്റ മണിക്കൂർ മാത്രമേ ഓടി. ഏകദേശം 150 രൂപ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ഞാൻ എൻ്റെ വീട്, ഞാൻ പറഞ്ഞല്ലോ ഈ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാറിയിട്ടാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ അവിടുന്ന് ഈ ഒരു സംഭവം ഓൺലൈൻ ആക്കിയപ്പോൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ്സ് അങ്ങനെ തന്നെ നിന്നു, ഇങ്ങനെ സെർച്ചിങ് ഫോർ ഓർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പെട്ടെന്ന് സൊമാറ്റോ നമുക്കൊരു പണി തന്നു, നിങ്ങളുടെ അസൈൻഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് തന്നെ പോകണം. എന്നുവെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ ഓർഡേഴ്സ് ഒന്നുമില്ല, നിങ്ങൾ അവിടെ തന്നെ പോകണം, അവിടെ തന്നെ പോയിട്ട് ഇത് ഓണാക്കണം. ഇപ്പോൾ പറ്റിയെന്താ വെച്ചാൽ നമുക്കിത് ലോഗിൻ ചെയ്യുന്നതിനും അതിനിടയ്ക്കുള്ള ബ്രേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈമുണ്ട്. 15 മിനിറ്റ്സ് ആണ് ബ്രേക്കിൻ്റെ ആ ഒരു ടൈം വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറ്റിയെന്താ വെച്ചാൽ ഈ ഒരു സംഭവത്തിൽ ഓൺലൈനിൽ കയറാൻ പറ്റത്തില്ല. നിങ്ങൾ ആ സ്ഥലത്ത് എത്തിയാലേ ഓൺലൈനിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. 13 മിനിറ്റ് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ അത്യാവശ്യം ദൂരം ഓടിയതാണ്. അപ്പോൾ സീനായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ലൊക്കേഷനിൽ പോയിട്ട് അത് ഓൺലൈനിൽ കയറാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഓർഡേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഗിഗ് ഏകദേശം തീരുമാനമായ പോലെയാണ് തോന്നുന്നത്. ആഴ്ച അങ്ങനെ 1 മണിക്കൂർ നിന്ന് ഇപ്പോഴാണ് ഒരു ഓർഡർ കിട്ടിയത്. ഇത് വിചാരിച്ച തരല്ല കേട്ടോ, കുറച്ച് സീനാണ്. ഞാൻ ഈ 1 മണിക്കൂറിനിടയിൽ ഒരു റിസർച്ച് നടത്തി ഇപ്പോൾ വീണാൻ നോക്കത്. അതിലെനിക്ക് മനസ്സിലായത് രാത്രി മിഡ് നൈറ്റൊക്കെ ഓടിയിട്ട് തന്നെ കാര്യമുള്ളൂ കേട്ടോ. രാവിലെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകണോ, എന്നിട്ട് രാത്രി ഇങ്ങനെ ഓടണം. അപ്പോൾ ഇൻസെൻറ്റീവിനെ ബാധിക്കും, ഇൻസെൻറ്റീവ്സ് കിട്ടത്തില്ല. പക്ഷെ വേറെ വഴിയില്ല, ഓടിയേ തീരും. അപ്പോൾ ഗൈസ്, ഡേ 2 നമ്മുടെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്, പാരഗൺ എന്നാണ്. അപ്പോൾ നമ്മളിത് ഇതുമായിട്ട് ഇനി നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവുകയാണ്, അതായത് ഡെലിവറി ലൊക്കേഷനിലേക്ക്. ആ 11 മണിയായി. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാനിപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് ഓടിയിട്ട് എനിക്ക് ആകെ കിട്ടിയ ഏണിങ്സ് 200 റുപ്പീസാണ്. ഞാൻ എൻ്റെ വണ്ടിയിൽ ഏകദേശം 70 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. എന്താ പറയുക, ഈ ഓർഡർ കിട്ടാണ്ട് അലഞ്ഞിട്ടൊക്കെ ഓടണം. എന്താ വെച്ചാൽ നമ്മൾ ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ അവിടുന്ന് പറയും നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ ഒരു ഹോട്ടലുണ്ട്, അത് എന്താ ഹൈ ഓർഡർ ഏരിയ ആണ്, അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഓർഡർ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഏകദേശം ഇപ്പോൾ 70 കിലോമീറ്ററിന് അടുത്തായി. ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ വണ്ടിക്ക് ഒരു ലിറ്ററിലെ മൈലേജ് ഏകദേശം 50 കിലോമീറ്ററാണ്. ഇനിയിപ്പോൾ ഒരു 30 കിലോമീറ്റർ കൂടി ഓടിക്കഴിഞ്ഞാൽ 200 രൂപയുടെ പെട്രോളിൻ്റെ പൈസ തന്നെയായി. അപ്പോൾ 3 മണിക്കൂർ എൻ്റെ ടോട്ടൽ ഏണിങ്സ് വെറും 200 രൂപ മാത്രമാണ്. 3 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതത്ര പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ ക്യാമറയിൽ ഏകദേശം 50 കിലോമീറ്റർ മൈലേജുള്ളൊരു ബൈക്കാണ്. ആൾക്കാർ ഈ ഗിയർലെസ്സൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അത്രയൊരു ഇൻകം ഉണ്ടാക്കുന്നതെന്ന് കുത്തിയിരുന്നെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാൻ കുറച്ചൊരു റിസർച്ചൊക്കെ നടത്തി. അപ്പോൾ നല്ലോണം മനസ്സിലായത് ഈ ഒരു ടൈമിൽ മീൻസ് ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടിയിട്ട് ഈ ഒരു ഇൻകം ഉണ്ടാക്കുന്ന പരിപാടി അത്രത്തോളം പ്രാക്ടിക്കൽ അല്ലാന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ മുതൽക്ക് ഒരു 11 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ വരുന്ന ഓർഡേഴ്സില്ല, അതേമാതിരത്തെ ഓർഡേഴ്സ് തുടങ്ങിയിട്ട് ഒരു 3 മണി വരെയൊക്കെ ഓടുക. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം അങ്ങനെ ഓടാമെന്നുള്ളൊരു പ്ലാനാണ്. അവിടെ ഫാൻ ഇറക്കല്ലേ. താങ്ക് യു. ദാറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. റോഡ് അടച്ചു, ടേക്ക് ഡൈവേഷൻ. റോഡിൽ പണി നടക്കുന്നു, പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അപ്പുറത്തേക്ക് കയറും. എന്തോന്നടേ, ആർക്കും ചോറും ചായ ഒന്നും വേണ്ടേ? 12 മണി. ഓർഡർ ചെയ്തോ, 1 മണിയാകുമ്പത്തെ കഴിക്കാമല്ലോ. കമോൺ മാൻ. ഗൈസ്, നമ്മുടെ ഒരു സൊമാറ്റോ കൂട്ടുകാരൻ വിളിച്ചിനി. അപ്പോൾ മോൻ പറഞ്ഞ് ഇങ്ങനെ എവിടെയെങ്കിലും പോയി നിന്നൊരു കാര്യമില്ല, ഹോട്ടലുള്ള എൻ്റെ അടുത്ത് പോയിക്കണമല്ലേ. അപ്പോൾ മാപ്പിലിപ്പോൾ ഒരു 3 ഹോട്ടൽ കാണിക്കണ്ട, അതിൻ്റെ അടുത്ത് പോയിക്കാൻ പറഞ്ഞു. നമുക്ക് അവിടെ പോയി നോക്കാം. പക്ഷെ ഇവിടെ നാടൻ വരെ കാലി ഓടണ്ടേ.
ഫാന്റാസ്റ്റിക്. നോ. ഫുഡ് എടുക്കേ ഇവിടെയാണ്. ഓക്കെ അത് അറിയത്തില്ലായിരുന്നു. ഇപ്പം തന്നെ ബാറിൽ പോയിട്ട് ഈ സാധനം കാണിച്ചാലേ. തള്ളി തുറക്കാം. ഒരു പിക്കപ്പ് എടുക്കാനാണ്. ഹാൻഡിൽ മാറ്റി. മറ്റേല് നടക്കൂല. നിങ്ങളുടെ ഹാൻഡിൽ ഇങ്ങനത്തെ ഹാൻഡിൽ തന്നെയാ? ടൂറിംഗ് ഹാൻഡിൽ തന്നെയാ വണ്ടിക്ക് വരുന്ന ഗിക്സറിന്? ക്ലിപ്പ് ഓൺ വരുത്തല്ലേ? അത് കുറച്ച് പ്രയാസമല്ലേ? കുഴപ്പമൊന്നുമില്ല. വരത്തില്ലല്ലേ? ഗിക്സർ SF പറഞ്ഞ് പുതിയ മോഡലാണോ വണ്ടി? ഓക്കെ. 60 മൈലേജ് ഉണ്ടല്ലോ അതിന്. ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയതല്ലേ? ഞാനിപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ക്യാമറ ഓൺ ആക്കിയിരുന്നു. അതിൽ നിങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, ഞാൻ അങ്ങനെ ഒരാളെ വരുന്ന പറഞ്ഞ ആളെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാനിങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ ഇടുകയാണ്. ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എത്ര വരെ ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടും. ചെയ്തവരുണ്ടല്ലേ? അപ്പോൾ ഞാൻ ഈ സ്വിഗ്ഗിയുടെ കാര്യം ജസ്റ്റ് ഒന്ന് ഇതിലിടുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ഒരു ഹെൽപ്പ് ആവുകയാണ് ഫോട്ടോ വെച്ചിട്ടാ. ഓക്കെ ശരി, അപ്പോൾ താങ്ക് യു. ഓർഡർ CH കോളനി ചേവരമ്പലം. എനിക്ക് റൂട്ടൊന്നും അങ്ങോട്ട് സെറ്റായില്ല. ഞാൻ മാപ്പിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പോവാ. ശരി എന്നാ, താങ്ക് യു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പറയാൻ വന്നത് പുള്ളിക്കാരനെ പറ്റിയിട്ടാണ്. പുള്ളിക്കാരൻ രാവിലെ മുതൽ 7 മണി മുതൽ 4 മണി വരെ എങ്ങനെ നമ്മുടെ ഷിഫ്റ്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഈ ഒരു പിക്കപ്പ് എടുത്തില്ലേ ആ ഒരു ഹോട്ടലിൽ. അപ്പോൾ മൂപ്പരനോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ സ്വിഗ്ഗിയുടെ യൂണിഫോമിലാണല്ലോ, അപ്പോൾ എന്താ സർജ് എന്തോ ചോദിച്ച്, നമുക്ക് ആ ഒരു എമൗണ്ട് എത്ര കിട്ടുന്നുണ്ട് അതായിരിക്കും ചോദിച്ചെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ സ്വിഗ്ഗി അല്ല, സൊമാറ്റോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഇതേമാതിരി ഇങ്ങനെ സ്വിഗ്ഗി ഓടുന്ന ഒരാളാണ്. റോഡ് അടച്ചു. വെരി നൈസ്. സ്വിഗ്ഗി ഓടുന്ന ഒരാളാണ്. മൂപ്പര് നൈറ്റാണ് ഓടൽ, പകൽ ഓടലില്ല. പകൽ ഓർഡേഴ്സ് കുറവാണെന്ന് പറഞ്ഞത്. മൂപ്പര് പറഞ്ഞൊരു സംഭവമാണ്. പുള്ളിക്കാരൻ എപ്പോഴും ഉറങ്ങുന്നതെന്നൊന്നും ചോദിക്കരുത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് ഈ പറഞ്ഞ മാതിരി 4 മണി വരെ ഷിഫ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് മൂപ്പര് ഈ നൈറ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ, എനിക്ക് 4 മണിക്കൂർ മാത്രമേ ഉറങ്ങത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. 8 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് പുലർച്ചെ ഒരു 3 മണി വരെ ഓടും. ഏകദേശം ടൈം മനസ്സിലല്ല, മിഡ് നൈറ്റ് ആണ്. അപ്പോൾ ആ ടൈമിൽ ഓടും. ആ ടൈമിൽ ഓടിയിട്ട് പുള്ളിക്കാരൻ ഏകദേശം ഒരു രാവിലെ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1000 രൂപീസ് 1000 above ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ. മൂപ്പർ യൂസ് ചെയ്യുന്ന വണ്ടി ഗിക്സറിൻ്റെ SF എന്ന് പറഞ്ഞ മോഡലാണ്. ഏകദേശം 60 കിലോമീറ്റർ മൈലേജ് ആ വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് കയറാം. റൂട്ട് വരെ ഓടി നോക്കിയില്ല. അപ്പോൾ മൂപ്പരും പറഞ്ഞത് തന്നെയാണ്, പുലർച്ചെ ഓടിക്കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവും. നൈറ്റ് നമ്മൾ പകൽ ഓടുന്നതിനെ കാട്ടി നൈറ്റാണ് പോലും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കൊന്ന് ട്രാഫിക് കുറവായിരിക്കും, വെയിൽ കൊള്ളണ്ട, പിന്നെ പോലീസ് ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല പോലും. കറക്റ്റായിട്ട് നിങ്ങൾ യൂണിഫോമും ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെ പേടിക്കേണ്ടത് തെരുവ് നായ്ക്കളെ ശല്യവും, പിന്നെ ആരെങ്കിലും അലമ്പന്മാർ റൂട്ടിൽ ഓരെ മാത്രം പേടിച്ചാൽ മതി. അൺസേഫാണ് ശരിക്കും നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാൽ ആ ഒരു ടൈം ആകുമ്പോൾ പോലും അത്രയും ഏണിങ് ഉണ്ടാക്കാൻ പറ്റിയൊരു ടൈം. അപ്പോൾ മൂപ്പർ കിട്ടിയതുകൊണ്ട് കുറച്ച് ഐറ്റംസ് അങ്ങനെ കിട്ടി. മൂപ്പർ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ നൈറ്റ് തന്നെയാണ് കുറച്ചും കൂടി നല്ലത്. നെക്സ്റ്റ് ഓർഡർ കിട്ടി ഗായ്സ്. മെല്ലെ ആണെങ്കിലും ഈ പണി ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടോ. വേറെ ഒന്നും ഉണ്ടല്ലോ, വണ്ടി നിന്ന് കുറേ ഓടിച്ചു, യാതൊരു തളർച്ചയോ അല്ലെങ്കിൽ മടുപ്പോ ഇല്ല. ഒന്നാമത് എൻ്റെ വണ്ടിയാണല്ലോ, ഫേവറേറ്റ് വണ്ടിയാണല്ലോ. പിന്നെ ഹാൻഡിലും കുറച്ചൊന്ന് റേസ് ചെയ്ത് പീസ്ഫുള്ളി ഓടിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ്. എന്നിട്ടൊക്കെ നിൽക്കണം. ഇതേ ഒരു സൊമാറ്റോ ഒക്കെ സംഭവം നൈസാട്ടോ, ലേഡീസിനും ട്രൈ ചെയ്യാം.
സംഭവമൊക്കെ ഒരു മര്യാദ ഇല്ലാത്ത എടുക്കലാണ്. തട്ടി മറിഞ്ഞ് വീണ്ടും എൻ്റെ EMI കോൺ അടിക്കുക. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ സമയം ഏകദേശം 2 മണിയായി. ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്. ഇന്നലത്തെ ഏണിങ് ജസ്റ്റ് 100 രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇറങ്ങി ടോട്ടൽ ഇന്നലെ ഇന്നും കൂടി ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയ ശേഷം 116 കിലോമീറ്റർ ഓടി. അതായത് ഏകദേശം 100, 200, 230 രൂപയുടെ പെട്രോള്, 230 രൂപയുടെ പെട്രോൾ എൻ്റെ വണ്ടി ഈ ഒരു സൊമാറ്റോ പണിക്ക് ഇറങ്ങിയ ശേഷം കുടിച്ചു. എനിക്ക് കിട്ടിയ ടോട്ടൽ ഏണിങ് 600 രൂപയാണ്. അപ്പോൾ അതിനൊരു 250 കുറയ്ക്കുകയാണെങ്കിൽ 200 കുറയ്ക്കുകയാണെങ്കിൽ 400, 350 റുപ്യ, 350 റുപ്യ കേട്ടോ എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഇത്ര നേരത്തെ ഓട്ടത്തിനിടയ്ക്ക് ടോട്ടലായിട്ട്. ഇന്നലെ കിട്ടിയ 100 അടക്കം. ഇത് പോരല്ലേ, ഇത് പോരാ. അപ്പോൾ കുറച്ചും കൂടി ഓടിക്കാളാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഗിഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. നമ്മളെ ഇതൊക്കെ വരുന്നത് ഇൻസെൻറ്റീവുമായിട്ടൊരു സംഭവമുണ്ട് ഈ ഒരു സൊമാറ്റോയിൽ. നമുക്ക് ഓരോ ഗിഗിന് വരുന്നുണ്ട്. അപ്പോൾ അതും പിടിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു സംഭവം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എവിടെയാണ് കാണിച്ചിരുന്നത്, നേരത്തെ എവിടെയാണ് കാര്യമായിട്ട് കാണിച്ചിരുന്നല്ലോ. അതിന് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, 3 മണിക്ക് ശേഷം ഫസ്റ്റത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. നമുക്കതിൽ ഒരു 20 റുപ്പീസ് ടിപ്പും കിട്ടിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൊമാറ്റോയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ടിപ്പ് കിട്ടി എന്നുള്ളത് അറിയിക്കാൻ പറ്റുന്നത്. അവർക്ക് അറിയാൻ പറ്റും ഓൾറെഡി, അത് അറിയിക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഞാനതങ്ങ് കൊടുത്തു, ഇങ്ങനെ കസ്റ്റമർ എനിക്ക് ടിപ്പ് വന്നു പറഞ്ഞിട്ട്. അടുത്ത് എനിക്കൊരു ഓർഡർ കിട്ടി, ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ പോയി സാധനം എടുത്ത് ഇനി ഡെലിവറി ആണല്ലോ അങ്ങോട്ട് അറിയില്ല. 20 രൂപയാണ് എനിക്ക് ആ ടിപ്പിൽ എനിക്ക് കിട്ടാൻ പോകുന്നത്. വെറും 20 രൂപ. 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് ശരിക്കും അവർ 20 രൂപ തരണം. ഇനിയിപ്പോൾ ഈ ടിപ്പ് കിട്ടിയത് കൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി ആ ഓർഡർ പിക്ക് ചെയ്യുമ്പോൾ കാണാം. ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ടൈം നമുക്കിപ്പോൾ 2 ഓർഡേഴ്സ് അടുപ്പിച്ച് കിട്ടി. ഒരു അശ്വതി എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ, ഒരു റിഫു എന്ന് പറഞ്ഞ കസ്റ്റമർ, രണ്ടാളും ഒരേ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് ഇത് എന്താ പറയുക ഓർഡർ കിട്ടിയത്. ഒന്ന് ഇവിടുന്ന് പിക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അടുത്തൊരു ഓർഡർ കൂടി വന്നു. 2 ഓർഡർ കൂടി പിക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു ഓർഡർ പിക്ക് ചെയ്ത് നിൽക്കുകയാണ്, രണ്ടാമത്തെ ഓർഡർ കൂടി കിട്ടണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് എടുക്കുന്നത്. ഇതുവരെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാണ്, നോക്കി നോക്കാം. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഓർഡർ നമ്മൾ കൊടുത്തു. അത് ഈ ഒരു അറേബ്യൻ ആ ഒരു റെസ്റ്റോറൻ്റ് ഇല്ലേ ഞാനിപ്പോൾ പിക്ക് ചെയ്തത്, അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു. അത് നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ രണ്ടാമത്തതും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഇവിടുന്ന് ഏകദേശം 11 കിലോമീറ്റർ കാണിച്ചിരുന്നു നമ്മൾ ഫസ്റ്റ് ഡെലിവറി ചെയ്തതിൻ്റെ അവിടെ മുതൽ. ഏകദേശം 7 കിലോമീറ്റർ കൂടി ഉണ്ട്. ഈരടായി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഗോപ്രോയിൽ കുറച്ചും കൂടി ലൈറ്റുള്ള മാതിരി തോന്നും, പക്ഷേ ആ ക്യാമറ അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നത്തെ ഗിഗ് നമ്മൾ രാത്രി 12 മണി വരെ ഉള്ളത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമ്മളെന്തായാലും ഓടും. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഒരു ടിപ്പ് കിട്ടിയ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയിൻ്റെ അടുത്ത് കിട്ടിയ ഒരു ടിപ്പാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ബീച്ച് സൈഡിൽ പോയി നിന്നോളാൻ. ബീച്ച് സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കണ്ടമാതിരി ഓർഡർ കിട്ടും പോലും. ഓർഡർ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. അവിടെ പോയി നിൽക്കുക, ഓർഡർ പിക്ക് ചെയ്യുക. ലോങ് ആയിരിക്കും ഉണ്ടാവുക, 10 കിലോമീറ്റർ 8 കിലോമീറ്റർ ഒക്കെ ലോങ് ആയിരിക്കും ഉണ്ടാവുക. കൊണ്ടുപോയി കൊടുക്കുക, തിരിച്ച് വരിക, പിന്നെയും ബീച്ചിൽ തന്നെ വന്ന് നിൽക്കുക. അപ്പോൾ ഈ ബീച്ചിൽ വരാനും പോകാനുള്ള ആ ഒരു ചിലവ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു 1000 ഒക്കെ കിട്ടുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് സ്വിഗ്ഗിയിൽ കേട്ടോ. നമുക്ക് സൊമാറ്റോയുടെ അവസ്ഥ എങ്ങനെ അറിഞ്ഞോളാം. പുള്ളിക്കാരൻ 3 മണി വരെ പൊളിച്ച് ഓടും, നിർത്താതെ ഓടും. ഗൈസ്, അപ്പോൾ അങ്ങനെ ആ മൾട്ടി ഓർഡർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് അവിടെ തന്നെയായിരുന്നു. ഒന്ന് അവിടെ തന്നെയായിരുന്നു. വേറെ ഒന്ന് കിട്ടിയേക്കുന്നത് ഫെറോക്കാണ്. ഫെറോക്ക് പേട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അരവിന്ദ്. അതെ, താങ്ക് യു. കോഴിക്കോടാ? കോഴിക്കോട് ചേളന്നൂരെ കേട്ടിട്ടുണ്ടോ? ബാലുശ്ശേരിക്ക് കുറച്ച് അങ്ങോട്ട് പോകാണ്ട്.
പോട്ടെ. ആ മെല്ലെ പോകുള്ളൂ. ശരി, താങ്ക് യു. അല്ല, ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞു തന്നാൽ എനിക്ക് അങ്ങോട്ട് പോകായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകണം ഇപ്പം. ഇനി ഞാൻ എങ്ങോട്ട് പോകും മല്ലയ്യ? എൻ്റെ സോൺ എവിടെ? ഇതൊക്കെ ഇവിടെ എൻ്റെ സോൺ ഉണ്ടോ? കോഴിക്കോട്. ഈ സൊമാറ്റോക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കോഴിക്കോട് ആണ് എൻ്റെ സോണ്. അവിടുന്ന് ഞാൻ എന്നെ രാമനാട്ടിൽ എത്തിച്ചു. രാമനാട്ടുകാരിൽ നിന്ന് എന്നെ കൊണ്ടോട്ടി എത്തിച്ചു. നോക്ക്, ഇനിയിപ്പോൾ എന്നോട് വിളിച്ചാൽ എന്തായിരിക്കും അറിയോ? സോണിലേക്ക് പോകുന്നതായിരിക്കും. സോണിലുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ്. അംബിക, നടക്കാവ്, പാളയം, കോഴിക്കോട് ബീച്ച്. പണി തന്നല്ലേ? ഇനിയിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും, കോഴിക്കോട് എത്തിയാൽ മാത്രമേ ഇത് തരുള്ളൂ, അത് ഇതെന്ന് പറഞ്ഞിട്ട്. വെറുതെ ചുമ്മാ നല്ലപോലെ പോകുന്ന തന്നെ. പക്ഷെ പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല കേട്ടോ, അത് വേറെ മൂടാ. ആണെങ്കിൽ കണ്ണാപ്പി മൂടെന്നൊക്കെ വിളിച്ചോ. പക്ഷെ നമുക്കൊരു സന്തോഷം കേട്ടോ. കുളഞ്ചർ പിടിക്കാ റോഡോ? കുളങ്ങര പിടിക, അതിനാണ് കുളങ്ങര പിടിച്ചാ റോഡ് എന്നൊക്കെ പറഞ്ഞത്. പിടിക്കാ റോഡല്ല പെണ്ണുമ്പിള്ള, പിടിക. ഇത് എവിടെയാ? ഏത് സൈഡിലാണ്? ഈ സൈഡിലത്തെ ലിഫ്റ്റ് കയറാനാ? 4 അല്ലേ? ഓക്കെ, 2 ഏഴിലാണല്ലോ. അയ്യോ, നടഞ്ഞോ? തിരിച്ചെങ്ങനെ ഇറങ്ങണ്ടെന്ന് ഇവര് പറഞ്ഞില്ലല്ലോ. വിസിറ്റ് ദിസ് നൗ. ഇതിൽ കയറാനാ? ഇല്ല, പോട്ടെ. 4 ഇതാണ് നമ്മുടെ കോലല്ലേ? ഇതിന് മുന്നിൽ വന്നെന്നാ തുറക്കുമോ? നോ, തൊട്ടില്ല. അതിനെ പിന്നെ തുറന്നു. മച്ചിൻ മോളിൽ കേറാം, കിട്ടോനുമ്മ കൊടുക്കാം, അപ്പൂ സ്വത്ത് കളിക്കാം, തുള്ളിച്ചാടി നടക്കാം. വിഡ്രോ 563 വിഡ്രോ. 563 വിഡ്രോ സക്സസ്ഫുള്ളി. വിഡ്രോ എന്നോ? എങ്ങോട്ട്? ശരാ, പണി പാളിയോ? 563 പോയോ? എങ്ങോട്ടാ വിഡ്രോ?
ഗൈസ് ഇതേ നമ്മളിതുവരെ ഓടി ഏണിങ്സ് ഒരു 563 രൂപ എടുത്തിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിച്ചു. 563 രൂപ. ഔ, സത്യം പറയാം എത്ര നേരം ഇല്ലാത്തൊരു സന്തോഷം വന്നിട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓടിയ പൈസ 563 എടുത്തിട്ട് ഞാൻ ചെയ്തു 1000 ചില്ലാനും ഉറുപ്പികയായി ഇതുവരെയുള്ള ഏണിങ്സ് കേട്ടോ. പക്ഷെ ഞാൻ 12 മണി വരെയുള്ള ഗിഗാണ് എടുത്ത്, അത് കുറച്ച് കൂടിപ്പോയി, എന്നാലും വേണ്ടില്ല. ഇന്ന് ഏതായാലും ഓടിക്കളയാം. നൈറ്റ് ആയതുകൊണ്ട് നല്ല പേടിയുണ്ട്, എന്തെങ്കിലും ബാഡ് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടികളൊക്കെ ഉണ്ട്. ഈവൻ ഫാദർ കുറച്ച് നേരത്തെ, അച്ഛൻ കുറച്ച് നേരത്തെ വിളിച്ചായിരുന്നു. അതിൽ പറഞ്ഞ നേരത്തിന് വീട്ടിൽ കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് കുറച്ച് ലേറ്റ് ആവും, ഒരു 12 മണി വരെ പരിപാടി ഉണ്ട്, ഇങ്ങനെ ഓടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇവർ പറഞ്ഞ് നോക്കി കണ്ടൊക്കെ ഓടിക്കുകയെന്ന് പറഞ്ഞു. ഗോപ്രോ 40,000. നിങ്ങളെന്താ പറഞ്ഞോണ്ട് എങ്ങനെ ഏതിന് ക്യാമറയ്ക്കോ? ഗൂഗിൾ എടുക്കാനാ? ഇതിലെന്താ ജിമെയിലൊന്നും ലോഗിൻ അല്ല, വേറെ ഡിവൈസിലാ. ഇത് ഗമ്മ ഏത് ഫിക്സ് ചെയ്താ? ട്രൈപോഡല്ല, ജസ്റ്റ് ആക്ഷൻ ക്യാമറ മാത്രം. ഇതിന് മുന്നിലുള്ള നിങ്ങളൊക്കെ ഇപ്പോൾ റെക്കോർഡിങ്ങിലാണ്. അത് ചാർജിങ്ങിൻ്റെ ഫുൾ ടൈം പവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എങ്ങനെയല്ല, അത് പവർ ബാങ്ക് ഉണ്ട്, അതിന് പവർ ചെയ്യാണ് ഇപ്പോൾ. ഇത് 2 hours ആണ് മാക്സിമം ബാറ്ററി ടൈപ്പ്. 2 മണിക്കൂർ മാക്സിമം. ഗായ്സ്, അപ്പോൾ 12 മണി വരെയുള്ള ഗിഗ് അതിനടുത്ത്. ഈ ചങ്ങായിൻ്റെ കോളുണ്ട്, കട്ട് ചെയ്താളെ. ഗായ്സ്, അപ്പോൾ 12 മണി വരെയുള്ള ഗിഗ് അതിനടുത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ 10 മണി ആയിട്ടേ ഉള്ളൂ. 11, 12, 2 മണിക്കൂർ കൂടെ അധികം എടുത്തിരുന്നു. പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വയ്യ, സൈഡായി ഞാൻ. അപ്പോൾ പോക്കറ്റിൽ ഇപ്പോൾ എത്ര ഉണ്ടെന്ന് കാണിച്ചു തരാം. 1195 ഉറുപ്പിക ഉണ്ട്. അതിൽ ഞാൻ ഒരു 500 സംതിങ് ഉറുപ്പിക വിഡ്രോ ചെയ്തിട്ടുണ്ട്. വിഡ്രോ ചെയ്തതിൽ കാണിക്കുന്നില്ല. ഇന്ന് വിഡ്രോ ചെയ്ത് ഇനിയിപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഏണിങ് മാത്രമായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്നലത്തെയും കൂടിയാണ്. ഇന്നലെ 150 രൂപ, സൂം ചെയ്ത് കാണിച്ചാൽ പറ്റില്ല. ഇന്ന് 1044 രൂപ. ഇന്നത്തെ ഏണിങ് ആണിത്, 1044.98. 17 ഓർഡേഴ്സ് ഞാൻ ടോട്ടൽ എടുത്തു. 6 മണിക്കൂർ 40 മിനിറ്റാണ് ഞാൻ ഓർഡേഴ്സ് എടുത്ത് ഓടിക്കൊണ്ടിരുന്നത്. ടോട്ടൽ ഞാൻ 12 മണിക്കൂറിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് 13 മണിക്കൂറോളം വർക്ക് ചെയ്ത് 1044 ഉറുപ്പിക കിട്ടി. ഒരു മണിക്കൂറിൽ 100 ഉറുപ്പിക പോലും ഇല്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ. ഇനി ഉണ്ടെന്നോ? നമ്മളൊരു കൂട്ടുകാരൻ്റെ സൊമാറ്റോയും കൂടി കാണിച്ചു തരാം. ഈ ചങ്ങായിൻ്റെ ടോട്ടൽ ഏണിങ്സാണിത്. മന്ത്ലി 3197 ഉറുപ്പിക ഈ ഒരു മാർച്ച് മാസത്തിൽ ടോട്ടലായിട്ട് ഉണ്ടാക്കി. 1, 2, 1-ാം തീയതി 2-ാം തീയതി ആ 2 ദിവസങ്ങളിലാന്ന് തോന്നുന്നുണ്ട്. എന്താ 1, 2, 3, 4, 19, 15 എന്ത് തേങ്ങ വാങ്ങിയാലാട്ടെ. 7 ഓർഡർ എടുത്തിട്ടുള്ളൂ. 500 രൂപയുടെ അയക്കുന്നത്. 3 മണിക്കൂറാണ് പുള്ളിക്കാരൻ ആകെ വർക്ക് ചെയ്തത്. അതിൽ 468 രൂപ ഇട്ടിട്ടുണ്ട്. ഇൻസെൻറ്റീവ് 120 രൂപ ഇട്ടിട്ടുണ്ട്. ഭയങ്കര സംഭവം കേട്ടോ. ഇനി ഇന്നലത്തെ എന്താണ് ബൈക്കല്ലേ?
അങ്ങനെ ക്ലച്ച് ഇങ്ങനെ ആക്കി കളിക്കുക. അപ്പോൾ 5-ാം തീയതി അതായത് ഇന്നലത്തെയാണ് 392 റുപ്യ. ആ 3 മണിക്കൂർ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. 8 ഓർഡേഴ്സ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് 392 റുപ്യ കിട്ടിയിട്ടുള്ളൂ. ഭയങ്കര ഷോക്കാണല്ലോ. ഏത് ടൈം ഓടിയത്? പകൽ ഓടിയതല്ലേ? ഇതിപ്പോൾ രാത്രി ഓടിയല്ലേ? ഇത് രാത്രി ഓടിയത്, ഇത് പകൽ ഓടിയത്. 4-ാം തീയതി 1081 റുപ്യ. 15 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. 6 മണിക്കൂർ 43 മിനിറ്റ് പറഞ്ഞാൽ ഞാൻ ഓടിയ ഒരു 13 മണിക്കൂർ പണിയെടുത്തുണ്ടാവും അല്ലേ? രാവിലത്തോടെ ഓടിയില്ലേ ഇത്? ഉച്ചയ്ക്ക് 12 മണി മുതലോ? ഓ കഴിച്ചതേ. മാർച്ച് 1-ാം തീയതി 439 റുപ്യ. 3 മണിക്കൂർ മാത്രം ഓടിയിട്ട് 7 ഓർഡേഴ്സ് കേട്ടോ. പിന്നെ 200 ചില്ല അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം മന്ത്ലി ഇനിയുണ്ട് തരാം. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് അവസാനിക്കുകയാണ് ഇന്നത്തെ ദിവസം. ഡെയിലി ഇന്നത്തെ എൻ്റെ ഏർണിങ്സ് 1044 റുപ്യ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. സമയം 10 മണി കഴിഞ്ഞു. വീട്ടിൽ പോയാൽ ചവിട്ട് കിട്ടും. ആ കുതിരേനെന്ന് വിളിച്ചു നോക്ക്.